ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങളുടെ കമന്റ്സ് വായിച്ചതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞ നമ്മുടെ സിസ്റ്റേഴ്സ് അവർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് എപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ എപ്പോൾ മുതൽ എക്സസൈസ് തുടങ്ങാൻ പറ്റും എന്നുള്ളത്. നോർമൽ എക്സസൈസ് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് 6 ആഴ്ച കഴിയുമ്പോൾ തുടങ്ങാൻ പറ്റും. നമ്മൾ പറയില്ലേ 40 കഴിഞ്ഞിട്ട്, അപ്പോഴാണ് നമ്മൾ യൂട്രസ് ഒക്കെ പഴയ സ്റ്റേറ്റിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായ രീതിയിൽ എക്സസൈസ് ചെയ്യാം. പക്ഷേ സിസേറിയനൊക്കെ കഴിഞ്ഞവരാകുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഡോക്ടറോടൊന്ന് കൺസൾട്ട് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി ആഫ്റ്റർ 3 months നിങ്ങൾക്ക് എക്സസൈസ് ശരിക്കും തുടങ്ങാൻ പറ്റും. ആപ്സ് ഒക്കെ അപ്പ് ചെയ്ത് തുടങ്ങിയാൽ അത് നല്ലതായിരിക്കും. അതാണ് എല്ലാവരും ഒന്ന് ചോദിച്ച ഡൗട്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് അവർ ഒരു ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ട് അടുത്ത ചൈൽഡ് ബർത്തിലേക്ക് എത്രയാണ് ശരിക്കും ഗ്യാപ്പ് വേണ്ടത്. നമ്മൾ പറയുന്നത് നോർമലി ഒരു 3 years ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ മിനിമം ഒരു 2 years എങ്കിലും ഗ്യാപ്പ് വെച്ചോളൂ. 2 കുട്ടികളും തമ്മിൽ ഒരു 2 years ഗ്യാപ്പ് വെച്ചാൽ എസ്പെഷ്യലി ഈ അമ്മമാർക്കൊന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് അവരുടെ ആരോഗ്യം ഒന്ന് വീണ്ടെടുത്തിട്ട് അടുത്ത ഡെലിവറിയിലേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. തേർഡ് തിങ് എല്ലാവരും ചോദിക്കുന്ന, ഒരു അബോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ നെക്സ്റ്റ് കൺസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഡിപ്പെൻസ്. ഇപ്പോൾ ഒരു കപ്പിളിനെ പോലെ ആയിരിക്കില്ല അടുത്ത കപ്പിൾ. അതായത് ഇപ്പോൾ ഒരു സാധാരണ ഒരു ലേഡിക്കാണെങ്കിൽ അബോർഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 3 months ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് ഒരു സൈക്കിളൊക്കെ നോർമലായിട്ട് വരട്ടെ, അവരുടെ ഹോർമോണൽ ബാലൻസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരട്ടെ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു കൺസീവ് ചെയ്യാൻ പ്ലാൻ എടുത്ത് യൂഷ്വലി ഒരു 2-3 months കഴിഞ്ഞിട്ട് മതിയാവും. പക്ഷേ ചിലരല്ലേ ഇൻഫെർട്ടിലിറ്റി ഒക്കെ കുട്ടികളാവാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, അങ്ങനെയൊന്നും അബോർഷനായി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആസ് ഏർലി ആസ് കൺസീവ് ചെയ്യാൻ നോക്കാവുന്നതാണ്. അതിനിങ്ങനെ ടിപ്പിക്കൽ ഇത്ര സമയം അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും നമ്മളത് ഇൻഡിവിജ്വലൈസ് ചെയ്ത് തന്നെ വേണം. അപ്പം ഈ ഒരു ഡൗട്ടാണ് കുറേ പേര് കമൻസിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ബർത്ത്, ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ. നമുക്കതുപോലെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. സോ എൻജോയ് യുവർ ഡേ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നേരെ ബൈ ആൻഡ് ടേക്ക് കെയർ.